പ്രീതിയിൽ സിയോൺ എന്ന് പറഞ്ഞൊരു മിക്സിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇത് പ്രീതി സോഡിയാക്ക് പോലെയൊക്കെ തന്നെ, പക്ഷെ അത്രയും ജാതികളില്ല. എങ്കിലും ഫുഡ് പ്രോസസ്സിങ് ആഗ്രഹിക്കുന്നയാൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മിക്സിയാണിത്. ഞാൻ ഫോക്കസ് ചെയ്ത് ഫുഡ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഡിയാക്കിൻ്റെ ആവശ്യം വന്നില്ല. സോഡിയാക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. പ്രീതി സിയോൺ എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാനും സ്ലൈസ് ചെയ്യാനൊക്കെ ചോപ്പ് ചെയ്യാനും ഈസി ആയിട്ട് പറ്റും. ഇത് നൈസായിട്ട് നമുക്ക് സ്ലൈസായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൊട്ടറ്റോയും ഉരുളക്കിഴങ്ങും നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റും. ആട്ട നീഡ് ചെയ്യാൻ പറ്റും നമുക്ക്. കണ്ട വളരെ നൈസായിട്ട് നമുക്ക് കിട്ടി. നമുക്കത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഈ സ്ലൈസ് ചെയ്ത പൊട്ടറ്റോ നമുക്ക് നേരെ വെള്ളത്തിലിട്ട് അതിൻ്റെ സ്റ്റാർച്ച് റിമൂവ് ചെയ്യണം. സ്റ്റാർച്ച് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ മുളക് പൊടിയും മറ്റേ മാവിൽ മുക്കിയെടുത്തിട്ട് പൊരിക്കാവുള്ളൂ. പ്രീതിയിൽ സിയോൺ എന്ന് പറഞ്ഞൊരു മിക്സിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇത് പ്രീതി സോഡിയാക്ക് പോലെയൊക്കെ തന്നെ, പക്ഷെ അത്രയും ജാതികളില്ല. എങ്കിലും ഫുഡ് പ്രോസസ്സിങ് ആഗ്രഹിക്കുന്നയാൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മിക്സിയാണിത്. ഞാൻ ഫോക്കസ് ചെയ്ത് ഫുഡ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഡിയാക്കിൻ്റെ ആവശ്യം വന്നില്ല. സോഡിയാക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. പ്രീതി സിയോൺ എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാനും സ്ലൈസ് ചെയ്യാനൊക്കെ ചോപ്പ് ചെയ്യാനും ഈസി ആയിട്ട് പറ്റും. ഇത് നൈസായിട്ട് നമുക്ക് സ്ലൈസായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൊട്ടറ്റോയും ഉരുളക്കിഴങ്ങും നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റും. ആട്ട നീഡ് ചെയ്യാൻ പറ്റും നമുക്ക്. കണ്ട വളരെ നൈസായിട്ട് നമുക്ക് കിട്ടി. നമുക്കത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഈ സ്ലൈസ് ചെയ്ത പൊട്ടറ്റോ നമുക്ക് നേരെ വെള്ളത്തിലിട്ട് അതിൻ്റെ സ്റ്റാർച്ച് റിമൂവ് ചെയ്യണം. സ്റ്റാർച്ച് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ മുളക് പൊടിയും മറ്റേ മാവിൽ
മുക്കിയെടുത്തിട്ട് പൊരിക്കാവുള്ളൂ.